അടുത്ത നിങ്ങൾക്ക് മുൻപിൽ അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു. മാവേലി ഹാംപ്ടൺ റോഡ്സിൽ ശ്വാസകോശം ഒരു സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കറ പുറത്തെടുത്താൽ അത് ഏകദേശം ഇത്രത്തോളം ഉണ്ടാകും. നിങ്ങളെ ഒരു രോഗിയാക്കാൻ ഇത് മതി. ഒരു വലിയ രോഗി. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ വില. ഗോൾഡിന് 6, ഗ്രീസിന് 7, നെല്ലിക്ക് 10. ഭയങ്കര വില. ഓണം വരവായി. തന്റെ പ്രജകളെ സന്ദർശിക്കാനായി മാവേലി തമ്പുരാനിതായ എഴുന്നള്ളുന്നേ. എന്തൊരാശ്വാസം. എത്ര നാള് കൂടിയാ ഞാൻ കേരളത്തിലെത്തുന്നത്. പക്ഷേ എന്തായത് ആർക്കൊരു സന്തോഷമില്ലാത്ത പണ്ട് കാണാൻ പറ്റ ഓണമുള്ളതാണോ മാവേലിക്കമ്മിനെ പഠിച്ചത്. മറന്നോ മക്കളെ? മാവേലി നമ്മള് നോക്കിയ കലണ്ടർ ഒന്നും മാറിപ്പോയില്ലല്ലേ? കലണ്ടർ മനോരമ തന്നെ. ഹേയ്, കലണ്ടർ ഒന്നും മാറിയിട്ടില്ല. എന്ത് പണ്ടാരെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഈ പ്രജയോട് ചോദിക്കാം. നമസ്കാരം മാവേലി, ഞാൻ നിതീഷ് കുമാർ, 37 വയസ്സ്, കല്യാണം കഴിച്ചിട്ടില്ല. നല്ല ആലോചനകൾ ക്ഷണിക്കുന്നു. എന്തൊക്കെയാണ് പാതാളത്തിന് പുതിയ വിശേഷം? സ്പഷ്ടവും സ്പുഷ്ടവും ദൃശ്യവുമായ ഭാഷയിൽ പറയും മാവേലി. അങ്ങ് എങ്ങനെയാണ് പാതാളത്തിൽ എത്തിപ്പെട്ടത്? വാമനൻ ചവിട്ടിയതാണെന്ന് പറയുന്നു. മാവേലി സ്വയം താഴ്ന്നു പോയതാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മനഃപൂർവ്വമാണോ വാമനൻ ചവിട്ടി താഴ്ത്തിയത്? അതല്ലെങ്കിൽ കൊട്ടേഷൻ ഏൽപ്പിച്ച് ചവിട്ടി താഴ്ത്തുകയാണോ? അല്ലെങ്കിൽ അബദ്ധവശാൽ താഴ്ന്നു പോയതാണോ? ഇതൊന്നുമല്ലെങ്കിൽ കാലിനടിയിൽ തല വെച്ചു കൊടുത്തതാണ്. എന്താണ് യാഥാർത്ഥ്യം? ഇതിന് മറുപടി പറയുന്നതേക്കാൾ നല്ലത് ട്രെയിനിന്റെ അടിയിൽ കൊണ്ടുപോയി തല വെച്ചു കൊടുക്കുന്നതാ. അതെ, അതൊരു 3 അടി മണ്ണിന്റെ വ്യക്തമായിട്ട് അറിയേണ്ടത്. അതിന് മുന്നാധാരമുണ്ടായിരുന്നോ, പിന്നാധാരമുണ്ടായിരുന്നോ? അത് രവീന്ദ്ര പട്ടയമായിരുന്നോ, സുരേന്ദ്ര പട്ടയമായിരുന്നോ? പോക്കുവരവ് സത്യത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഏത് വില്ലേജ് ഓഫീസിലാണ് അത് രജിസ്റ്റർ ചെയ്തത്? സത്യത്തിൽ അത് കയ്യേറ്റ ഭൂമിയായിരുന്നു. മാവേലി, എവനെ ഞാൻ കയ്യേറ്റം ചെയ്യട്ടാ. എന്റെ ഈശ്വര, കേരളത്തിന്റെ അവസ്ഥ കണ്ടിട്ട് കഷ്ടം തോന്നുന്നു. പണ്ടൊക്കെ എന്ത് സമൃദ്ധിയായിരുന്നു. Ladies and gentlemen, ഇത് പൊളിക്കും.
ഇത് പൊളിക്കും. എപ്പ പൊളിച്ചെന്ന് വെച്ചാൽ മതി. എന്ത് ഡൗട്ടുണ്ടോ? അല്ല മന്ത്രി, ഏതായ ജന്തു? നമ്മൾ വന്നത് ഭൂമിയിലോട്ട് തന്നെയല്ലേ, ചൊവ്വയിലോട്ടൊന്നും അല്ലല്ലോ. മാവേലിക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ കേരളത്തിൽ കാണുന്ന പുതിയ തരം ജന്തു, ന്യൂ ജനറേഷൻ ബ്രോ. യുവമാർ ഏത് പട്ടിക്കാട്ടിൽ നിന്നാണെങ്കിലും കൊച്ചി ഭാഷയെ പറയും. പിന്നെ യുവമാർക്കൊരു പ്രത്യേകതയുണ്ട്. പെറ്റ തള്ളക്ക് വെള്ളം കൊടുത്തില്ലെങ്കിലും മദേഴ്സ് ഡേയുടെ അന്ന് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കൊള്ളാലോ സാധനം. ആട്ടെ, എന്താ മോന്റെ പേര്? അപ്പൊ പടിയര അച്ഛനായിരിക്കില്ലേ? ആട്ടെ, എന്താ മോനിപ്പോ ചെയ്യണേ? നമ്മ ഹാംപ്ടൺ റോഡ്സിലെ ജോലി ചെയ്യണാണ്. ഹാംപ്ടൺ റോഡ്സോ? അതെവിടെയാ? ഹാംപ്ടൺ റോഡ്സ് അങ്ങ് അമേരിക്കയിലാണ് മാവലി ബ്രോ. പിന്നെ ജോലി അതങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ബഡി. രാവിലെ എണീക്കും, ചിൽ ചെയ്യും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, വീണ്ടും കുറച്ച് ചിൽ ചെയ്യും, പിന്നെ ബഡീസുമായിട്ട് വെർജീനിയ ബീച്ചിലൊക്കെ പോയിരുന്ന് ചിൽ ചെയ്യും ബ്രോ. അതെനിക്കിഷ്ടായി. ഇവിടെ ഓണമില്ല, ഒരു തേങ്ങയില്ല. ഹാംപ്ടൺ റോഡ്സിൽ എങ്ങനെയാ? ഓണമൊക്കെ ഉണ്ടോ? ഇവിടെ എന്തോ ഓണം മാവലി ബ്രോ. അങ്ങ് ഹാംപ്ടൺ റോഡ്സിലേക്ക് പോ, അവിടെയല്ലേ ഓണം. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി, അവര് വന്ന് സെറ്റ് ആക്കി തരും മാവലി. മന്ത്രി, നമുക്ക് ഹാംപ്ടൺ റോഡ്സ് ഒന്ന് വിട്ടാലോ? നമുക്കൊന്ന് ചിരിച്ചേ ബ്രോ. എന്നാ ബഡീസ് ഇപ്പൊ തന്നെ ഈ ഫ്ലൈറ്റിൽ കയറി അങ്ങ് വിട്ടോ. പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു സെൽഫി അങ്ങ് എടുക്കണ്ടേ? ഫീലിംഗ് ഫെസ്റ്റീവ് വിത്ത് മാവേലി ബ്രോ. ഇത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു 100 ലൈക്സ് എങ്കിലും വാങ്ങും. ബഡി, പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഫ്രെഡീസ് ഫോട്ടോഗ്രാഫി പേജ്. പിന്നെ അവിടെ ചെന്നാൽ നമ്മുടെ പേര് പറയാനും മറക്കണ്ട. ഫ്രെഡിക്ക ദോസ് എന്ന് പറഞ്ഞാൽ മതി, നല്ല വെൽക്കം കിട്ടും. ഓക്കെ ബഡി, ഞാൻ പോട്ടെ. ഇത് പൊളിക്കും. എപ്പ പൊളിച്ചെന്ന് വെച്ചാൽ മതി. പൊളിച്ച്. Okay, folks, we've reached our cruising altitude, but when seated, we ask that you keep your seatbelt fastened. In a moment, we will begin our complimentary beverage and snack service. കോംപ്ലിമെന്ററി ബെവറേജ് എന്ന് കേട്ടതും എല്ലാ മലയാളികളും ഞെട്ടി എണീറ്റു. കൂടെ നമ്മുടെ മാവേലി തമ്പുരാനും മന്ത്രി. പിന്നെ അവിടെ നടന്നത് ഇതാണ്. ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ? മെലിമാനത്തിൽ ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ കുടിക്കാമല്ലോ. കിട്ടിക്കൊണ്ട് അങ്ങനെ മാവേലിയും മന്ത്രിയും കുറെ കള്ളവണ്ടിയൊക്കെ കയറി ഹാംപ്ടൺ റോഡ്സിലെത്തി. നമ്മൾ സ്വപ്നത്തിലോ സങ്കല്പ ഗന്ധർവ ലോകത്തിലോ ദീപങ്ങളോ പണിത്താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ മാവേലി, എന്ത് ഭംഗിയുള്ള സ്ഥലം. കേരളം ഇനി ഇങ്ങോട്ടെങ്ങാനും മാറ്റിയോ? ശരിയാണല്ലോട് മന്ത്രി, എന്തൊരു ഭംഗിയാ. എവിടെ നോക്കിയാലും പച്ചപ്പ് മാത്രം. മന്ത്രി അങ്ങോട്ട് നോക്കിയേ, കണ്ടോ? ഇവിടുത്തെ 2 ചെക്കന്മാർ കയ്യും പിടിച്ച് നടക്കുന്നത്. ഇതാണോ സ്നേഹം? മനുഷ്യരെല്ലാരും കൊണ്ടുപോലെ കഴിയുന്നത് കണ്ടോ? അത് മാവേലി ഒരു കപ്പിൾസ്.
നോം തെറ്റിദ്ധരിച്ചു. അതെ, നമ്മളെ വിളിക്കാൻ ഇവിടെ ഒരാൾ വരുമെന്ന് പറഞ്ഞിട്ട് ആരെയും കാണുന്നില്ലല്ലോ. മാവേലി, ഞാൻ ഹിന്ദിക്കാരൻ്റെ അടുത്തൊന്ന് ചോദിക്കട്ടെ. നമസ്കാരം, ഞാൻ മന്ത്രി. ഇത് മാവേലി. ഞങ്ങളെ വിളിക്കാൻ വന്നായിരിക്കും അല്ലേ? ഞാൻ ഫ്രെഡി കാ ദോസ്ത്. വാ തന്നെ, അവൻ പറഞ്ഞിട്ടാ വന്നത്. ഞാൻ തന്നെ ഫ്രെഡി കാ ദോസ്ത്. वो साला फ्रेडी मेरा सब कुछ चुरा के भाग गया था. मैं तुझसे ढूंढ रहा था. आज मैं तुझे नहीं छोड़ूंगा. भैया कही विड, कही विड भैया. मैं फ्रेडी दुश्मन दुश्मन झगड़ा झगड़ा. तो तू मुझसे झगड़ा करेगा? അയ്യോ കൈ വിടാൻ ഹിന്ദി മറുതയുടെ എന്ത് പറയണം എന്റെ അമ്മച്ചി. എന്നെ രക്ഷിക്കോ. ഓ കൈ വിട്ട് രക്ഷപ്പെട്ട് ഓടിക്കോ. രക്ഷപ്പെട്ടെന്നാ തോന്നുന്നേ. ദേ, ഇങ്ങോട്ട് നോക്കിയേ. പിള്ളേരൊക്കെ അത്തപ്പോയിട്ട് കളിക്കാനാ തോന്നുന്നേ. ആ, 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 ആ. അല്ല കുട്ടികളെ, ഓണമായിട്ട് നിങ്ങൾ ഇങ്ങനെ ചീട്ട് കളിച്ച് സമയം കളയുകയാണോ? ഓണക്കളികളൊന്നുമില്ലേ? അതും നോമിത്രയുടെ വന്നിട്ട് കഷ്ടം. എന്റെ പൊന്ന് മാവേലി, മാവേലിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഒരു കളി കാണണം, അത്രയല്ലേ ഉള്ളൂ. മാവേലി ഹാംപ്ടൺ റോസ് കേരള കൊമ്പൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? കൊമ്പൻസോ? അത് ഈ കാട്ടിലൊക്കെ കാണുന്ന കൊമ്പനാനല്ലേ? അപ്പൊ മാവേലിക്ക് ക്രിക്കറ്റ് കളിയെ കുറിച്ച് ഒന്നും അറിയില്ലല്ലേ? എന്നാ പിന്നെ മാവേലിക്ക് കേരള കൊമ്പൻസിനെ ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം. ഒറ്റക്കളി പോലും ജയിക്കാതെ 2016 ഹാംപ്ടൺ റോഡ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ലീഗിൽ ക്വാർട്ടർ ഫൈനലിലെത്തി ചരിത്രം സൃഷ്ടിച്ച കേരള കൊമ്പൻ ഇതാ നിങ്ങളുടെ മുന്നിൽ. ഓണമായിട്ട് കേരളത്തിന്റെ തനതായ കലാരൂപങ്ങളൊന്നുമില്ലേ? അതിനെന്താ മാവേലി, ഇപ്പൊ കാണിച്ചു തരാലോ കേരളത്തിന്റെ ഒരു തനതായ കലാരൂപം. Boys ready? ആൺകുട്ടികളായിട്ട് എന്താ ഒരു ഓളമില്ലാത്ത? ഇതുവരെ നിങ്ങളെ കണ്ടത് കടപ്പുറത്തില്ല. ഇനി पिक्चर अभी भी बाकी है भाई. ജോബി, ആ പാട്ടൊന്നുകൂടെ ഇടാം.
പിടിച്ചോ ഏകമുദ്ര, തേ പിടിച്ചോ ദ്വിമുദ്ര. അതെനിക്കിഷ്ടായി. നല്ല പൂക്കളം, നല്ല സദ്യ. എല്ലാവർക്കും നമ്മുടെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. ഇനിയും നിന്നാൽ പാതാളത്തിലോട്ടുള്ള വണ്ടി പോകും. എന്നാൽ ഞാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും ഒന്ന് അടിച്ചു പൊളിക്കണ്ടേ? ഒരു അടിച്ചുപൊളി പാട്ട് കേൾക്കാൻ പോലെ. സെൽഫി